എല്ലാ ദിവസവും ആയിരങ്ങളെ മുഖാമുഖം കാണുന്ന വ്യക്തി. ആൾക്കൂട്ടത്തിന് നടുവിൽ നിറചിരിയോടെ മാത്രം കണ്ട് നമുക്ക് പരിചയമുള്ള മുഖം. ഒറ്റയ്ക്കിരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാൾ. ഇവിടെ അദ്ദേഹം ഒറ്റയ്ക്കല്ല. പ്രേക്ഷകർക്കായി ഈ സമാഗമ വേദിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒത്തുചേരുകയാണ്. ഒരുപാട് പേരുടെ നേതാവും ആത്മമിത്രവും ആശ്രയവും വഴികാട്ടിയുമായ കറകളഞ്ഞ വ്യക്തിത്വം. ഒട്ടും ഒഫീഷ്യലില്ലാതെ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് എല്ലാവരും കുഞ്ഞുഞ്ഞെന്നാണല്ലോ വിളിക്കുന്നത്. അതെ. അപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ ഞാനൊരു കഥാപാത്രത്തിന് കുഞ്ഞുഞ്ഞെന്ന് പേരിട്ടിട്ടുണ്ട്. സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല. കോട്ടയത്തുള്ളൊരു അച്ചായൻ്റെ ക്യാരക്ടറാണത്. സാറിനെ വിളിക്കുന്നത് കുഞ്ഞുഞ്ഞെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാറിൻ്റെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ ആ കഥാപാത്രത്തിന് ആ പേരിട്ടത്. സാറിന് ആദ്യം ആ പേര് വിളിച്ചത് ആരാണ് കുഞ്ഞുഞ്ഞെന്നുള്ളത്? എന്നെ വീട്ടിൽ ഇട്ട പേര് സണ്ണി എന്നാണ്. കാരണം എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ സണ്ണി ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെ ചെറിയ പ്രായത്തിൽ മരിച്ചു. ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അപ്പം എല്ലാവരും കൂടി എനിക്ക് പേര് സണ്ണി എന്നിട്ടു. പക്ഷേ ഞാൻ സ്വയം കുഞ്ഞുഞ്ഞെന്നുള്ള പേര് സാറിൻ്റെ സ്വയം ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കുഞ്ഞുഞ്ഞിന് അത് വേണം, കുഞ്ഞുഞ്ഞിന് ഇത് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന പേരാ. ഇപ്പോൾ പുതുപ്പള്ളിക്കാരുടെയും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ മുഴുവൻ കുഞ്ഞുഞ്ഞാണ് സാറ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു നേതാവിനും സ്വന്തം നാടുമായിട്ട് ഇത്രയും വൈകാരിക ബന്ധം ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പുതുപ്പള്ളി എന്ന് പറയുന്നത് സാറിൻ്റെ സ്വന്തം, പുതുപ്പള്ളിക്കാർക്ക് സാറ് സ്വന്തം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടായിരിക്കും എല്ലാ ഇലക്ഷനും സാർ അവിടെ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. ഓരോ ഇലക്ഷൻ കഴിയുന്നതോറും സാറ് കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിച്ചുകൊണ്ട് വരികയാണ്. അതെ, പുതുപ്പള്ളി എൻ്റെ ഒരു കുടുംബം പോലെയാണ്. അതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ പുതുപ്പള്ളി സ്കൂളിൽ പഠിക്കുന്നു. പുതുപ്പള്ളിയായിട്ട് ബന്ധം പുതുപ്പള്ളിക്കാരുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ 1970 ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്നത്. അന്ന് കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിലാണ് അന്ന് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷേ പുതുപ്പള്ളിയും കോട്ടയവുമൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ടും മറുഭാഗത്തായിരുന്നു. സിൻഡിക്കേറ്റ് കോൺഗ്രസ്, സംഘടനാ കോൺഗ്രസ്. അപ്പം പുതുപ്പള്ളിയിലെ കോൺഗ്രസ് ഏതാണ്ട് എൻ ബ്ലോക്ക് അങ്ങേപ്പുറയാണ്. അപ്പോഴാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ എനിക്ക് പാർട്ടിയുടേതായ ഒരു കാര്യമായ ബാക്കിംഗ് ഒന്നും ആദ്യത്തെ തെരഞ്ഞെടുപ്പിലില്ല. അന്ന് സാറിന് എത്ര പ്രായം ഉണ്ടാകും? അന്ന് എനിക്ക് 26 വയസ്സ്. ഞാൻ സ്റ്റുഡൻറ്റ് ലീഡറായിച്ച് അങ്ങോട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ആ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ തിരഞ്ഞെടുപ്പോടുകൂടി നാടിനോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള എൻ്റെ കടപ്പാട് വളരെയധികം വർദ്ധിച്ചു. കാരണം കാര്യമായ പാർട്ടിയോ പാർട്ടി സംവിധാനമോ ഇല്ലാത്ത ഒരവസരം. ആ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സാമ്പത്തികം ഉണ്ടാക്കുന്നതും മറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ മറ്റുള്ള സംവിധാനം ഉണ്ടാക്കുന്നതും എല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തി എന്നെ വിജയിപ്പിച്ചു. തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിയുടേതായ റോളുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഈ തിരഞ്ഞെടുപ്പോടുകൂടി എനിക്ക് നിയോജക മണ്ഡലത്തോടുള്ള ആ ഒരു വലിയ ബന്ധം അത് ഞാൻ പിന്നെ തുടർന്ന് ഒരു കുടുംബ ബന്ധം പോലെ തുടർന്ന് ഇങ്ങോട്ട് പോയി. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ജനങ്ങൾ മുഴുവൻ ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ പാർട്ടിയും അല്ലെങ്കിൽ അതിനപ്പുറത്ത് ജാതി മത ചിന്തകളൊക്കെ മറന്നുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അപൂർവ സംഭവം തന്നെയാണ്. ഞാൻ ആ കാര്യത്തിൽ വലിയൊരു ഭാഗ്യവാനാണ്. ഇത് ക്ലിപ്പിങ്സ് നമുക്കിവിടെ കാണാം. സ്കൂളിൽ പോകുന്ന ഞങ്ങൾ ഒന്നിച്ച് പോവുകയും കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പം ഒന്നിച്ച് തിരിച്ച് വരികയൊക്കെ ആയിട്ട് 5 ഞാൻ അവിടെ പഠിച്ചോളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെയൊക്കെ ഒരു സ്കൂളുണ്ട്, BJ മെമ്മോറിയൽ, അപ്പച്ചൻ്റെ നാമത്തിൽ.
ആ സ്കൂളിലോട്ട് ഞാനങ്ങ് പോയി. അവിടെ ആണുങ്ങളെ എടുക്കുകയില്ല, ആൺപിള്ളേരെ. അവരന്നേരം ഹൈസ്കൂളിലോട്ടും പോയി. ഞങ്ങളുടെ അപ്പച്ചൻ്റെ വീടങ്ങ് മേപ്പാടം വെള്ളക്കാലിലായിരുന്നു. അമ്മച്ചിയുടെ വീടായിരുന്നു ഇവിടെ, ദത്തായിരുന്നു. അപ്പച്ചൻ പിന്നെ കുഞ്ഞുകുഞ്ഞിനെ കൊണ്ടായിരുന്നു പിന്നെ പത്രം വായിപ്പിക്കുമെന്നു. അങ്ങനെയാണ് പിന്നെ എല്ലാ അറിവ് കൂടുതലും എല്ലാം പേപ്പറിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ്. അപ്പച്ചന് സുഖയില്ലാതിരുന്നപ്പോഴുമൊക്കെ അതിന് പറയുന്ന എല്ലാം അനുസരിക്കുന്ന കാരണം എല്ലാം അങ്ങനെ. സാറ് ആൻ്റണി എ.കെ. ആൻ്റണി സാറിൻ്റെ കൂടെയാണല്ലോ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളൊരു ചേരി അല്ലെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ പക്ഷേ എ.കെ. ആൻ്റണിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ ധീരത അല്ലെങ്കിൽ ആദർശത്തിന് വേണ്ടിയിട്ടൊരു കടുംപിടുത്തമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ്. സാറ് ഒരിക്കലും ആ പരിവേഷത്തിലല്ല സാറ് ഒരു എന്താ പറയുക പ്രായോഗികവാദിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് സാറിനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. സാർ ഈ ആദർശ രാഷ്ട്രീയം നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സാറിൻ്റെ കൂടെ പ്രവർത്തിച്ച എ.കെ. ആൻ്റണി സാറിനുണ്ടെങ്കിലും സാർ ഒരിക്കലും അതിൻ്റെ വക്താവായിട്ട് എവിടെയും അറിയപ്പെട്ടു. രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് ആദർശങ്ങളും തത്വങ്ങളും ആവശ്യമാണ്. അത് ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ എപ്പോഴും അത് പ്രായോഗികതയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. പ്രായോഗികമല്ലാത്ത ആദർശം പറഞ്ഞാൽ എന്താ ഗുണം? ജനങ്ങൾക്കും ഗുണമുണ്ടാവില്ല, നാടിനും ഗുണമുണ്ടാവില്ല. അതേ സമയത്ത് ചില തത്വങ്ങളുണ്ട്, ആ തത്വങ്ങൾ ഒരിക്കലും ബലി കഴിക്കാൻ പാടില്ല. അപ്പം ആദർശങ്ങളുടെ ഒരു വലിയ കളത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രായോഗികമായ രാഷ്ട്രീയം, അതാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പാലിക്കുന്നയാളാണ്. ഒരാൾക്ക് പോലും അത് ആൻ്റണി ആ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നയാളാണ്. ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ പല തീരുമാനങ്ങളും തെറ്റും. പക്ഷേ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡ് ഞാൻ തിരുത്തും. കാരണം ഒരു ദുരഭിമാനം വെച്ചുകൊണ്ട് ഞാനെടുത്ത തീരുമാനം ഞാൻ തിരുത്തത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വാശിയെടുക്കും. അങ്ങനെ വാശിയെടുത്താൽ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതിപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്ന 100 കാര്യവും ഞാൻ ചെയ്യും. 10 തെറ്റും, ആ 10 തെറ്റുന്നത് ഞാൻ തിരുത്തും. അപ്പം പൊതുവെ ജനങ്ങളൊക്കെ എൻ്റെ സ്വഭാവവും എൻ്റെ രീതിയൊക്കെ അറിയാവുന്നത് കൊണ്ട് അത് പൊതുവെ അംഗീകരിക്കും. അങ്ങനെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാറ് ഇപ്പോൾ ഇത്തവണ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ആരാധിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു വലിയ ഇമേജ് ഇത്തവണത്തെ ഇതിൽ വന്നിട്ടുണ്ട്. കൊളംബിയൻ ഗോളിയായിരുന്ന ഹിഗ്വിറ്റയുടെ ഒരു കഥയുണ്ട്, സാറ് ചിലപ്പോൾ കേട്ട് കാണും. ഗോളിയായിരുന്നു അദ്ദേഹം ഈ ടീമിലുള്ള മറ്റുള്ള കളിക്കാരൊക്കെ വളരെ അലസമായിട്ട് കളിക്കുന്നത് കണ്ടൊരു കളി, അത് ചരിത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാണ്ട്, ഈ ഗോളിയായിരുന്ന ആൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം കയറി അങ്ങ് ഗോളി ഇറങ്ങി കളിച്ചിട്ട് അവരുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഗോൾ പോസ്റ്റ് വരെ ചെന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്ന് കളിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തിരിച്ച് നിർഭാഗ്യവശാൽ ആ ടീം വന്നിട്ട് ഇവിടെ ഗോളി ഇല്ലാത്തതുകൊണ്ട് കൊളംബിയൻ ടീമിന് ഗോളടിച്ചു. അത് ചരിത്രത്തിലൊരു രക്തസാക്ഷിയാണ് ഈ ഹിഗ്വിറ്റ് എന്ന് പറഞ്ഞത്. സാറിന് പെട്ടെന്ന് ഈ തവണത്തെ മന്ത്രിസഭ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ സാറിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു ഹിഗ്വിറ്റയുടെ ഒരു ഇതാണ് കാണുന്നത്. ഒറ്റയ്ക്ക് നിന്നിട്ട് സാറ് ഈ കളത്തിലിറങ്ങി കളിക്കുന്ന ഒരു രീതിയിൽ. നിർഭാഗ്യവശാൽ പ്രതിപക്ഷമൊക്കെ പറഞ്ഞൊരു കാര്യം, വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ഒരു ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഇപ്രാവശ്യം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുണ്ടാകാം, മുന്നണിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുണ്ടാകാം. പക്ഷേ ആ ഗവൺമെൻറ്റിന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ 5 വർഷക്കാലം ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത ഒരു ഗവൺമെൻറ്റിന് ശേഷമാണ് ഇപ്രാവശ്യം ഞാൻ വരുന്നത്. സ്വാഭാവികമായി ജനങ്ങളെപ്പോഴും ആ താരതമ്യം വരും. ഇവിടെ ഇന്നിപ്പം കോൺഗ്രസ്സിനകത്ത് ചേരിതിരിവില്ല, UDFിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കയറി കളിക്കുന്നു എന്ന് പറയുന്നതിനോട് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു ടീം തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ
പൊതുവായ കാര്യങ്ങളിൽ ഒരു നേതൃത്വമെടുക്കും, പിന്നെ മുൻകൈ എടുക്കും. അത് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും എന്നെ അംഗീകരിക്കും. ഞാൻ അവരെ പൂർണ്ണമായിട്ടും അവരുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും അവരെ സപ്പോർട്ട് ചെയ്തുമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഒരു പരസ്പരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഗവൺമെൻറ് സപ്പോർട്ട് നീങ്ങുന്നത്. പക്ഷേ സാറിൻ്റെ ആ വേഗത്തിനൊപ്പം സഹമന്ത്രിമാർ എത്തണില്ല എന്ന് ഞാനൊരു ആരോപണം പറഞ്ഞു. മന്ത്രിമാർ എല്ലാവരും തന്നെ വളരെ സജീവമായിട്ടുള്ളതാണ്. എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ആകുമ്പോൾ, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അതെല്ലാം മറക്കും. ഞാൻ എന്നും പറയാറുള്ള ഒരു ഇതുണ്ട്, ഞാൻ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ എന്നെ അടച്ച് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാകും. അതേ സമയത്ത് കുറേ പേരുമായിട്ട് ഇരുന്ന് വർത്തമാനം പറയാനും അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊരു മനസ്സിന് സന്തോഷവും സംതൃപ്തി ലഭിക്കുന്ന സാഹചര്യമാവുള്ളൂ. പൊതുവെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും വല്ലപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ തോന്നിയിട്ടില്ല സാറിന് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏകാന്തത എനിക്ക് ഏറ്റവും അധികം ഭയമാണ്. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലപോലെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തോടു കൂടി കിടക്കുന്നത് കൊണ്ട് മിക്കവാറും ദിവസങ്ങൾ എന്നെ ഈ എത്തേണ്ട സ്ഥലത്ത് വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാറ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് ഞാൻ ഉണർന്നു പോയാൽ എനിക്ക് വലിയ ടെൻഷൻ. കാരണം അന്നേരം ബാക്കിയുള്ളവരെല്ലാം കിടന്നുറങ്ങുക, അവിടെ കൂടെയുള്ളവരെല്ലാം കിടന്നുറങ്ങുക, ആരുമായിട്ട് ഇടാനൊക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയമെന്ന് പറയുന്നത് എനിക്കപ്പം ഈ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഏറ്റവും അധികം അതുകൊണ്ട് തന്നെയാണ് ഏകാന്തത ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ആളുകളുടെ നടുവിൽ വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഒരു മറ്റൊരാളായിട്ട് മാറുക. ഇപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് പെരുമാറാം? ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്ന ഒരാളോട് ദേഷ്യപ്പെടാം, എനിക്കൊരാളായിട്ട് വഴക്ക് കൂടാം, വേണമെങ്കിൽ ആർത്തട്ടഹസിച്ചിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അത് പറ്റില്ല. ചിലപ്പോൾ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖത്ത് വിടർന്ന ചിരിയായിട്ട് ഫുൾ ടൈം ആൾക്കാരുടെ മുമ്പിൽ വരേണ്ട ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന ഒരു കമൻറ്റ് പോലും അതാണ്, വിടർന്ന ചിരിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു അസ്വസ്ഥത എപ്പോഴെങ്കിലും തോന്നാൻ? ഞാൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് തന്നെ ഈ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ബാലിയൻ സഖ്യത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ഇറങ്ങി. അങ്ങ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും ഏതെങ്കിലും പ്രവർത്തനത്തിലായിരിക്കും. അതങ്ങനെ ഒരു ശീലമായിട്ട് അങ്ങോട്ട് വന്ന് ഇപ്പം ജനക്കൂട്ടത്തിൽ ബന്ധപ്പെട്ട് പോകുന്ന കാര്യത്തിലും തുടർച്ചയായ യാത്രയുടെ കാര്യത്തിലുമൊക്കെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. സാറിൻ്റെ ഈ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ കൂടെ പഠിച്ച ജോർജ് ഓണക്കൂർ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ക്ലിപ്പിങ്സ് നമുക്കിവിടെ കാണാം. അതിനുശേഷം നമുക്ക് ചർച്ച തുടരാം. ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഞാൻ തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ഈ BL-ൻ്റെ പരീക്ഷയ്ക്ക് ചേരുന്നത്. പരീക്ഷ നടക്കുന്ന സമയത്ത് കുട്ടികൾ ബാനർജി റോഡിൽ ട്രാൻസ്പോർട്ട് ബസ് വിക്കറ്റ് ചെയ്യുന്നു. ഞാൻ ആ ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു ഉമ്മൻചാണ്ടി. അല്ല സ്വകാര്യമായിട്ട് പരീക്ഷ എഴുതിയിട്ട് പോന്നു കളയാമെന്ന് വിചാരിച്ചില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് പൊതുപരീക്ഷയുടെ അവസരത്തിൽ അത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വന്ന് വിദ്യാർത്ഥി സമരത്തിൻ്റെ മുൻപിൽ ഇരുന്ന ഉമ്മൻചാണ്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ബാനർജി റോഡിലെ തിളച്ച ടാറിൽ കുത്തിയിരുന്നുകൊണ്ട് ഉച്ചവെയിലിൽ സമരം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ചിത്രവും എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ MLA ആണ്. അധികാരത്തിൻ്റെ പടവുകളിലെങ്ങും ഇല്ല, ഏകാഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ മോനും മറിയയും അച്ചുവും ഒക്കെ ഓരോ കവറുമായിട്ട് വരുന്നു. അപ്പോൾ കവറിനകത്ത് ഓരോ കടലാസുണ്ട്. ഇത് കൊണ്ടുവന്ന് അപ്പയ്ക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഇത് വാങ്ങിച്ച് നോക്കുന്നു, ഓരോ കടലാസും മറിച്ച് നോക്കിയിട്ട് എന്ന് തല ഉരുക്കി കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി ശ്രീമതി ബാവയോട് ചോദിച്ചത് എന്താ ഈ കുട്ടികൾ ഈ കടലാസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഈ കവർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമതി വളരെ
തമാശ രൂപേണ എന്നോട് പറഞ്ഞു, സാറേ കുഞ്ഞുഞ്ഞിന് ദിവസവും ഓരോ നിവേദനം കിട്ടിയില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് MLA ആയിട്ടിരിക്കുമ്പോൾ നിവേദനത്തിന് വലിയ പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ട് മക്കൾ ദിവസവും ഓരോ കവർ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പ വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഉമ്മൻചാണ്ടി എന്നെനിക്ക് മനസ്സിലായി. കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്നവരല്ലേ പൊതുവെ രാഷ്ട്രീയക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ഭരണകർത്താക്കളുടെ അടുത്ത്? അങ്ങനെ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം തന്നെ എൻ്റെ ജനസമ്പർക്ക പരിപാടി ഞാൻ ചെയ്ത സമയത്ത് അതിനകത്ത് വ്യക്തിപരമായി ഏതെങ്കിലും ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടി വരുന്ന അപേക്ഷകളെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ചുരുക്കമായിട്ടുള്ള ഇത് മാത്രമാണ്, വളരെ ചുരുക്കം. ബാക്കിയെല്ലാം ഒന്നുകിൽ പൊതു ആവശ്യം, അല്ലെങ്കിൽ നീതി നിഷേധിച്ചിട്ട് അതിലുള്ള അമർഷവും പ്രയാസവും. അതല്ലാതെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സമാഗമം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം സാറിൻ്റെ സ്വകാര്യ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചില്ല. ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് സാറിന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊതുവെ പൊതുപ്രവർത്തകരുടെ ഭാര്യമാർ വീട്ടിൽ ഇരിക്കുന്നു. പൊതുവെ അങ്ങനെ ഇതിൽ വരാറില്ല. പക്ഷേ മറ്റു മേഖലയിൽ അങ്ങനെയല്ല. ഇപ്പോൾ കലാകാരന്മാരാണെങ്കിൽ ഭാര്യമാരൊക്കെ എപ്പോഴും കൂടെ വരുന്ന അങ്ങനെ കാണാം. സാറിൻ്റെ വൈഫ് അങ്ങനെ പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടിട്ടുമില്ല. സാറിന് സാറിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് എന്താണ് സങ്കല്പം? ആ സങ്കല്പം പറഞ്ഞതിന് ശേഷം നമുക്ക് ഭാര്യയെ ഇങ്ങോട്ട് ക്ഷണിക്കാം ഈ പരിപാടിയിലേക്ക്. ഭാര്യ പിന്നെ ബാവയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പം വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ബാവയെ ഏൽപ്പിച്ചു. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കുടുംബത്തോട് നീതി പുലർത്താൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുമ്പം പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തോട് എടുക്കാനൊക്കില്ല. കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പോയാൽ ഇവിടെ ഇങ്ങേപ്പുറ വീഴ്ച വരും. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പൊതുപ്രവർത്തന രംഗത്ത്, കാരണം ഞാൻ അതിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അത് വരുന്ന സമയത്ത് കുടുംബത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിറവേറ്റണം എന്നുള്ളതാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം, മറ്റ് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾ. അപ്പം അത് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വേറിട്ടുന്നു. ആ കാര്യത്തിൽ ഭാര്യയുടെ ഇടപെടൽ എനിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. എനിക്കൊരു സ്വാതന്ത്ര്യം, ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാടിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ സാറാണെങ്കിൽ കുടുംബത്തിൻ്റെ മുഖ്യമന്ത്രി ഭാര്യയാണെന്ന് നമുക്ക് പറയാം അല്ലേ? അത് ഭാര്യ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കട്ടല്ലേ സാർ? മുഖ്യമന്ത്രി മാത്രമല്ല, ധനമന്ത്രി കൂടിയാണ്. ഇനി സമാഗമ വേദിയിൽ നമുക്ക് സ്വീകരിക്കാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി ശ്രീമതി മറിയാമ്മ ഉമ്മൻ. ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കുകയായിരുന്നു, സാറ് നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, പക്ഷേ വീട്ടിലെ മുഖ്യമന്ത്രി മിസ്സസ് ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് മുഖ്യമന്ത്രി മാത്രമല്ല ധനകാര്യമന്ത്രി കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു തിരിച്ചൊരു ചോദിക്കട്ടെ, അപ്പോൾ വീട്ടിലെ പ്രതിപക്ഷ നേതാവ് സാറായിരിക്കും അല്ലേ? പ്രതിപക്ഷ നേതാവ് ആണോ? ചേച്ചി കുഞ്ഞെന്നാണോ വിളിക്കുന്നത്? അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മാച്ചനുണ്ട്, ഫസ്റ്റ് കസിൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞെന്ന് വിളിക്കാൻ എനിക്ക് വിഷമമാണ്. പിന്നെ ഞാൻ ചോദിച്ചു, അച്ചായാന്ന് വിളിക്കണോ അങ്ങനെ യൂഷ്വൽ അച്ചായ? അങ്ങനെ അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു. രണ്ടുപേരെയും ആദ്യം ഇങ്ങനെ ഒരുമിച്ചിരിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് കല്യാണം കഴിച്ചത് എനിക്ക് തോന്നുന്നു മന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ അല്ലേ? ആദ്യത്തെ കരുണാകരൻ സാറിൻ്റെ മന്ത്രിസഭ 77 തൊഴിൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് സാറ് വിവാഹം കഴിച്ച സമയത്ത് ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു, ഒരു സിനിമാ പാട്ട്. ഞാനൊക്കെ അന്ന് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി എന്നായിരുന്നു ആ പാട്ട്. ഏതൊരു പടത്തിലുള്ള പാട്ട്, അത് AR റഹ്മാൻ്റെ അച്ഛൻ RK ശേഖർ മ്യൂസിക് ചെയ്തൊരു പാട്ടാണത്. അപ്പോൾ അതിൽ മന്ത്രിക്കും മധുവിധുരാത്രി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറ് മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്കും മധുവിധുരാത്രി എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ പാടി നടന്ന
ഒരു സംഭവം ഓർക്കുന്നുണ്ട്. സാറിനെ പറ്റിയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരു മന്ത്രിയാണല്ലോ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ച് സാർ അല്ല, ആദ്യം കല്യാണം കഴിയാൻ തീരുമാനിക്കും മന്ത്രി അല്ല. അല്ലേ? ശരി. അപ്പോൾ എങ്ങനെയായിരുന്നു സാറ് പെണ്ണ് കാണാനൊക്കെ വന്നത്? പെണ്ണുകാട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെ കാണുന്നുള്ളതായിരിക്കും ശരി. കുഞ്ഞിൻ്റെ മാവിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് എൻ്റെ വീട്ടിൽ വരത്തില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ മാവിയുടെ വീട്ടിൽ അളിയൻ എന്നെ കൊണ്ടുപോയി എൻ്റെ ബ്രദറും കൂടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഒറ്റയ്ക്ക് കുഞ്ഞ് ജീപ്പൊടിച്ച് വന്നെ കാണുമായിരുന്നു. ആണോ? ശരി. അപ്പോൾ വിവാഹത്തിന് ശേഷം കണ്ടതിന് ശേഷമാണ് സാർ മന്ത്രിയായതിനു ശേഷമാണ് വിവാഹം കഴിഞ്ഞത് അല്ലേ? ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളും പൊതുവെ വീട്ടിൽ ഭാര്യ ഒരു സപ്പോർട്ടീവ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ വളരെ വൈകി വരും സാറ്, അതല്ലെങ്കിൽ എപ്പോഴും ജനങ്ങളുടെ കൂടെ ആയിരിക്കും. സാറ് തന്നെ പറഞ്ഞല്ലോ എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടാറുണ്ടോ സാറിന്? അതൊരു വിഷമമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്രയും വർഷം? ഒറ്റയ്ക്ക് കുഞ്ഞിന് ഇരിക്കുന്ന വിഷമം അല്ല ചേച്ചിയുടെ കാര്യമാണ് ചോദിച്ചത്. നാച്ചുറലി എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യും, റെക്കൻസ് ചെയ്തു. ആദ്യമൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ വഴക്ക് കുടിച്ചിട്ടുണ്ട്. ആണോ? അപ്പോൾ സാറിൻ്റെ നിലപാട് എന്തായിരിക്കും? പുള്ളി എന്താണ് ഭിത്തിയോട് പറഞ്ഞാലുള്ള അതേപോലെ നിസ്സംഗനായിരിക്കും. ഏറ്റവും ഒരു ഭർത്താവിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ഭർത്താവ് അതാണ്. ഭാര്യ വഴക്ക് കുടിച്ചാലും കരഞ്ഞാലും ആ ഭിത്തിയെപ്പോലെ നിർവീകാരനായിട്ടിരിക്കും. എന്ത് വേണം അത് തന്നെയാണ് പൊതുവെ എനിക്കോട് പ്രതിപക്ഷം പറയുമ്പോഴും ജനങ്ങൾ പറയുമ്പോഴും ഒക്കെ സാറ് അങ്ങനെ കണ്ടിട്ടില്ല. സാറ് വളരെ ചുരുക്കി വളരെ കണിശമായിട്ട് സംസാരിക്കും ആണല്ലേ? വീട്ടിൽ അങ്ങനെ വളരെ ചുരുക്കി വളരെ ചുരുക്കി കാര്യം മാത്രം പറയുള്ളൂ. മിണ്ടാതിരിക്കും, നമുക്ക് ബോറടിക്കും, ചോദിച്ചു പിന്നെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. ആണല്ലേ? ഇപ്പം ഇങ്ങനെയൊക്കെ തുറന്നു വിടുമെന്ന് പറയുമ്പോൾ ഈ പരിപാടിയിൽ പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇനി വഴക്ക് കൂടും, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ കുഞ്ഞു അങ്ങനെ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. എന്നെ പൊക്കിയൊക്കെ പറഞ്ഞുവിടായിരുന്നു എന്നൊന്നും സാർ ഇല്ല. പൊക്കി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെയാണല്ലോ. ഒന്ന് ഞാൻ പൊക്കി പറയല്ലോ, പക്ഷെ അഥവാ എന്തെങ്കിലും ഒന്ന് പൊക്കാതെ തന്നെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റായിട്ട് വന്നപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഞാനൊത്തിരി ഫ്രാങ്കായിട്ട് പറയുന്ന ടൈം കുഞ്ഞിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ സാറിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കുട അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഇതിലെ അവിടെ ഒരു പരിപാടി നിന്നപ്പോൾ സാറ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. കുറേ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ സാറിനോട് ഒരുപാട് പറഞ്ഞു ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇരുന്ന് കഴിക്കാൻ നേരമില്ല, സാറിന് വേഗം പരിപാടി പങ്കെടുത്തിട്ട് പോകാനുള്ളതെന്ന് നിന്ന് സാറ് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ സാറ് ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ സാർ അതിലേക്ക് നോക്കുന്നേ ഇല്ല. മനസ്സിലായില്ലേ? സാറ് ഇടയ്ക്ക് വിളമ്പുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ വിളമ്പുന്നുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥത്തിൽ നോക്കി ഞാൻ കണ്ടില്ല സാറിന്. സാർ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുക, എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുക. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ഫോണാണ് അല്ലേ? അപ്പോൾ ഒരു ചോദ്യമാണ് സാർ, ഒരു ഡൗട്ടാണത്. ഭക്ഷണത്തിൻ്റെ രുചി സാറിന് തിരിച്ചറിയാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ ഒരു മീൻ കറി വെച്ചത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ സാറിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അഭിപ്രായം പറയൂലേ? റിലാക്സ് ആയിട്ട് വളരെ ചുരുക്കമായിട്ട് കിട്ടത്തുള്ളൂ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അത് കപ്പയും മീനും. അതൊരു മലയാളിയുടെ ഒരു അല്ലേ, നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു മലയാളിയുടെ ഭക്ഷണം. പുതുപ്പള്ളി കപ്പയാണ് ഏറ്റവും ടേസ്റ്റ്. പുതുപ്പള്ളി കപ്പ. ഞാനും കപ്പയും മീൻ ഇഷ്ടപ്പെടുന്ന ആളല്ല, ഇപ്പം ഇഷ്ടമാണ്. സാറിന് വേണ്ടിയിട്ട് കഴിക്കും? അല്ല, അങ്ങ് കഴിച്ചപ്പോൾ ഒരു രുചി വന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു പൊതുവായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ കൂടുതൽ പേരും എനിക്ക് പരിചയമുള്ള കുറേ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് സിനിമ കാണുന്നവരാണ്. ഇപ്പോൾ VM സുധീരൻ അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കറിയാം, കണ്ട് സിനിമ കണ്ട് വിളിക്കുകയൊക്കെ ചെയ്യും. സാറ് സിനിമ കാണാറുണ്ടോ? എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷേ കാണാൻ വളരെ വളരെ സമയം കിട്ടാറില്ല, അതൊന്നും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ച ആ സമയത്തൊക്കെ ഭാവിക്ക് സിനിമ കാണാൻ ഇടയ്ക്ക് നിർബന്ധിക്കും, ഞാൻ പോകാൻ തീരുമാനിക്കും. പക്ഷെ അന്ന് ഞാൻ തൊഴിൽ വകുപ്പിൻ്റെ മന്ത്രിയാണ്. പക്ഷേ രാവിലെ വെക്കുന്ന കോൺഫറൻസ് ഉച്ച കഴിഞ്ഞും വെക്കുന്നു, ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വെക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോലും പലപ്പോഴും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരും. അപ്പം പിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ സമയം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത, മുൻകൂട്ടി കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രോഗ്രാം, പ്രത്യേകിച്ച് ഈ തൊഴിൽ മന്ത്രി കൂടി ആയിരുന്നുകൊണ്ട്. പക്ഷേ ഒരു ദിവസം പോയി സിനിമ കണ്ടതോടുകൂടി പിന്നെ സിനിമ എന്ന് പിന്നെ പറയത്തില്ല. കാരണം അന്ന് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ പിന്നെ കുടിച്ചേച്ച് വന്ന് എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. ആൾ വരവും പോക്കും ഒക്കെ കണ്ടാലൊരു ഇത് തോന്നും. പക്ഷേ പുള്ളി
പിന്നെ ഈ മദ്യത്തിൻ്റെ ആ ലഹരി വന്നിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബാബ അങ്ങ് പേടിച്ചു പോയി. അപ്പം പിന്നെ സിനിമയ്ക്ക് വരില്ല അല്ലേ? പിന്നെ സിനിമയ്ക്ക് വരണമെന്നുള്ള ആവശ്യം വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 10-15 വർഷമായിട്ട് എനിക്ക് സിനിമ കാണണമെന്നില്ല. ഞാൻ തിയേറ്ററിൽ പോകത്തില്ല, സിനിമയും കാണത്തില്ല, ടി വി പോലും കാണത്തില്ല, ടെലിവിഷനിലും കാണില്ല. ടെലിവിഷന് വളരെ ചുരുക്കമായിട്ട് കണ്ടാൽ എനിക്ക് പിന്നെ മനസ്സിലൊരു പ്രയാസമാണ്. ഇപ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ സാറിൻ്റെ അടുത്ത്, സാറ് മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ സാർ ഇത്രയും വലിയ ജനനേതാവായിരിക്കുന്ന സാറിൻ്റെ അടുത്ത് തിയേറ്ററിൽ വന്നിട്ടൊരു മദ്യപാനി ഇങ്ങനെ ബഹളുണ്ടാക്കിയപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തിയേറ്ററിൻ്റെ സംസ്കാരം. ഞാൻ വെറുതെ ചോദിക്കണം, ആ സിനിമ ഏതാണെന്ന് സാറിന് ഓർമ്മയുണ്ട്? കണ്ട പടത്തിൻ്റെ പേര്? അല്ല, വൈഫിനോട് ചോദിക്കരുത്, സാറിന് ഓർമ്മയില്ല? അല്ല, എനിക്ക് ഓർമ്മയില്ല, കണ്ടില്ല. കൂട്ടത്തിലൊരു കുസൃതി ചോദ്യം ചോദിക്കണം. പക്ഷേ സാറ് പലപ്പോഴും പല ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടപ്പോഴാണ് ഒഴിഞ്ഞു മാറാറുണ്ട്. ഇത് ഒഴിഞ്ഞു മാറില്ലെങ്കിൽ മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ ഏറ്റവും ഇഷ്ടം സാറിന്? എനിക്ക് രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ട്. രണ്ടുപേരുടെയും അഭിനയം അവരവരുടേതായ ശൈലി അനുസരിച്ച് താല്പര്യം ഉളവാക്കുന്ന ഇതാണ്. അവിടെ സാർ ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉത്തരം പറയുന്നില്ല. ഏതായാലും അത് ചോദിക്കുന്നില്ല, അത് ചോദിക്കുന്നത് ശരിയല്ല. കാരണം രണ്ടുപേരും സാറിനായിട്ട് നല്ല ബന്ധമുള്ളതാണ്. സാറ് പാട്ട് കേൾക്കാറുണ്ട്? ഇപ്പോൾ സിനിമ കാണുന്നില്ല, പക്ഷേ പാട്ട് കേൾക്കാറുണ്ട്? എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ താല്പര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സമയത്തിൻ്റെ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് എനിക്കങ്ങനെ അധികം സമയം കിട്ടത്തില്ല. യോഗങ്ങളിലൊക്കെ പോയാലും ഞാൻ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞാൽ അന്നേരം പോരാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പാട്ടും ഒക്കെ ഉള്ള യോഗങ്ങൾ തന്നെ കുറച്ചൊരു അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും പാട്ടുമൊക്കെ വരുന്നത്. അതങ്ങോട്ട് അധികം. ചേച്ചി പാട്ട് കേൾക്കാറുണ്ട് വീട്ടിൽ? കല്യാണം കഴിച്ച ഇടയ്ക്ക് പാട്ട് കേൾക്കുമായിരുന്നു, പാട്ട് ഇഷ്ടമായിരുന്നു, കോളേജ് പോയാലും കൊണ്ടായിരുന്നു. പക്ഷേ ഒരു 10-15 വർഷമായിട്ട് ഇതെല്ലാം ഇങ്ങനെ ഡിവോഷണൽ സോങ്സ് മാത്രമേ ഇപ്പോൾ കേൾക്കാറുള്ളൂ, പാടാറുള്ളൂ. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പാട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണോ ONV സാറ്, സാറിന് അറിയാലോ, വലിയ കവിയും ഗാനരചയിതാവൊക്കെയാണ്. അദ്ദേഹം സാറിനെ കുറിച്ച് പറഞ്ഞൊരു ക്ലിപ്പിംഗ് ഉണ്ട്. ONV സാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആത്മാവ് എന്നത് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നത് അതിലേറെ പ്രധാനമാണ്. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എതിർദിശയിൽ നിൽക്കുമ്പോൾ പോലും ഒരു ബഹുമാനം ഉളവാക്കത്തക്ക തരത്തിൽ വ്യക്തി സൗഹൃദങ്ങൾക്ക് കുലീനതയും അതിൻ്റേതായ ഒരു പവിത്രതയും കൽപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കി തീർക്കണം എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോടും അടൂർ ഗോപാലകൃഷ്ണനും സുഗതകുമാരിയും ഞാനും കൂടി ഒരു നിവേദനം കൊടുത്തപ്പോൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പെട്ടെന്ന് തന്നെ പറയുവാനുള്ള ആർജവം അദ്ദേഹം കാണിക്കുകയുണ്ടായി. ഇപ്പോഴും അത് ശരിക്കും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോട് യാതൊരു കാലുഷ്യവും തോന്നിയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലെന്ന് എനിക്കറിയാം. കാരണം അതിനു മുമ്പും അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായി കേരളത്തിലെ ഏതാനും എഴുത്തുകാരും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുമൊക്കെയായിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം വന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മലയാള ഭാഷയെ സംബന്ധിച്ച് അതിൻ്റെ അന്തസ്സും പദവിയും അതിൻ്റെ ശ്രേഷ്ഠമായ മാന്യമായ പദവിയും ഉയർത്തുന്നതിൽ വേണ്ട ആത്മാർത്ഥതയും തെളിയിച്ച ഒരാളാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടുമായി പല കാര്യങ്ങളിൽ വിയോജിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കൽ എഴുത്തച്ഛൻ അവാർഡ് വാങ്ങാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി പങ്കെടുത്ത തൃശ്ശൂരെ ഒരു യോഗത്തിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, മാസ്റ്റർക്ക് എവിടെയാണോ ഇത് കൊണ്ടുതരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ സുകുമാർ അഴീക്കോട് ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ എതിർദിശയിൽ നിൽക്കുന്നവരെ ബഹുമാനിക്കുവാനും
അവരെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനിക്കുവാനും കഴിയുക എന്ന അപൂർവമായ ഒരു ഭംഗി രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ളവരിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഒ എൻ വി കുറുപ്പ് സാറ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കണ്ടു കൊടുത്തു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും അതിശക്തമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഒരു കമ്മിറ്റിക്ക് അവസാന ഘട്ട പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു തീരുമാനമാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ സാറ് നല്ല എന്താ പറയുക പുതിയൊരു കതർ ഷർട്ട് ഇട്ടിട്ട് അധികം ഇതില്ലാത്തൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ സാറിനെ പറ്റി മുമ്പ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് കീറിയ ഷർട്ട് ഇട്ടിട്ടാണ് സാറ് മിക്കവാറും പുറത്തൊക്കെ ഇതേപോലെ ചടങ്ങുകളിൽ വരാറ്. അത് സാറ് ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിട്ട് ചേച്ചിക്ക് എപ്പോഴും ഒരിക്കലും അല്ല. ഇല്ല അല്ലേ, അശ്രദ്ധ കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിന് സമയം കിട്ടാതെ. കുഞ്ഞിൻ്റെ അശ്രദ്ധയല്ല, ഭാര്യയുടെ മറ്റെടുത്ത് കൊടുക്കുന്ന ശ്രദ്ധയല്ലയോ, ഭാര്യയുടെ അശ്രദ്ധയല്ലയോ. അതെ അതെ അതെ, സ്വന്തമായിട്ട് ഭർത്താവ് അങ്ങനെ നമ്മൾ ഒരു ഷർട്ട് എടുത്തു കൊടുക്കുന്ന പാരമ്പര്യമുണ്ട്. പിന്നെ കുറേ നാളായി ഇപ്പോൾ കുറേ ഷർട്ട് അധികം വാങ്ങിച്ചു, ഇപ്പോൾ അതുകൊണ്ടധികം കീറലില്ല. ഇപ്പം അധികം കണ്ടിട്ടില്ല, കീറുന്നത് കാണാറില്ല. അത് പണ്ട് അത്രയും ഷർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കലക്കാൻ കൊടുക്കുമ്പോൾ കീറുമെന്നുള്ള സത്യം. പിന്നെ എവിടെയെങ്കിലും ഒരു കാണാൻ പറയാത്തൊരു കീറലാണ് പുള്ളിക്കൊരു വിധി, കീറി ഇടാനൊരു വിധി. പക്ഷെ പൊതുവെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ നമ്മൾ കണ്ടിട്ടുള്ള നല്ല അലക്കി തേച്ച് വടിയൊത്ത ഈ കഥ ഷർട്ട് ഇട്ട് കിടക്കുമ്പോൾ സാറ് വളരെ അലസമായിട്ട് വസ്ത്രധാരണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് സാറ് മുടിയൊക്കെ ഇങ്ങനെ അലസമായിട്ടിട്ട് അല്ലേ, അപ്പോൾ മുടി ചെയ്യാനായിട്ട് പറയാറില്ലേ ചേച്ചി? മുടി ചെയ്യും, മുടി ഇങ്ങനെ എണ്ണ തേക്കാത്തോണ്ട് പറന്ന് കിടക്കും. പിന്നെ പുള്ളിക്ക് പേഴ്സണൽ അപ്പിയറൻസ് സാധാരണ പുരുഷന്മാരെ സ്ത്രീകളെ ശ്രദ്ധിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഏതായാലും അത് എനിക്ക് തോന്നുന്ന ഒരു നേതാവിൻ്റെ ഒരു വലിയൊരു ലക്ഷണമായിട്ട് തന്നെയാണ് ഞാനതിനെ ബഹുമാനിക്കുകയാണ്, എല്ലാ ബഹുമാനത്തോടുകൂടി പറയുകയാണ്.